ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഇല്ലാതെ കൃഷി ചെയ്യാൻ പറ്റുമോ? പറ്റണമല്ലോ, നമുക്കൊന്ന് നോക്കിയാലോ. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് വാഴവട്ടം, അതായത് ബനാന സർക്കിൾ. ബനാന സർക്കിൾ ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബനാന സർക്കിളിൽ നമ്മൾ വെച്ചിരുന്ന വാഴയെല്ലാം കൊലയ്ക്കാൻ തുടങ്ങി. നല്ല അടിപൊളി കൊലയാണ്. കാണാം, ഞാനൊരു 5 അടി 10 ഇഞ്ചുണ്ട്, 6 അടിയുടെ അടുത്തുണ്ട് ഞാൻ. അപ്പം എന്നേക്കാളും പൊക്കത്തിലാണ് ഈ വാഴ നിൽക്കണം. കേട്ടാ, നല്ല സൂപ്പർ പോലെയല്ലേ. വാഴയുടെ വണ്ണം തന്നെ ഉണ്ട്, ഒരു തെങ്ങിൻ്റെ അത്രയുണ്ട്. നല്ല ഉഷാറായിട്ട് വെച്ചേ. ഈ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളവും വെള്ളവും എല്ലാം നമുക്ക് വാഴകൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത് ഒരു സർക്കിളാണ്. ആ സർക്കിൾ ഒരു പിറ്റായിരിക്കും, അതായത് ഒരു കുഴിയാണ്. ആ കുഴി എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളവും വളവും എല്ലാം എത്തിക്കുന്നത്. ഇതിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ സ്രോതസ്സിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം കൊടുക്കാനും വളം കൊടുക്കാനും അവർക്കത് വലിച്ചെടുക്കാനും പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് വെള്ളം ലാഭിക്കാം, വളത്തിൻ്റെ പ്രയോഗം ലാഭിക്കാം, നമ്മുടെ മെയിൻ്റനൻസും കുറയ്ക്കാം. അപ്പോൾ ഇതാണ് വാഴവട്ടം. അറിയാത്തവർക്കായി വീണ്ടും പരിചയപ്പെടുത്തുന്നു ബനാന സർക്കിൾ. ഒരു നാച്ചുറൽ ഫോറസ്റ്റിൽ വാഴ എങ്ങനെയാണ് വളരുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഫുഡ് ഫോറസ്റ്റ് ഡിസൈനുകളിലും പ്രകൃതിയുടെ ഡിസൈനിൽ വാഴകൾ വളരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.